അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് സ്കൂളിൽ ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ അതിന് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോയ ബിരിയാണിക്കാണ് ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞിട്ടാകുമ്പോൾ കുറേ ആൾ പറഞ്ഞിട്ടുണ്ടായിന് അതിൻ്റെ റെസിപ്പി ഷെയർ ആക്കണം എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ റെസിപ്പി. ഇതിനെല്ലാം നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. ഈ ഒരു ഇതിന് ഗിഫ്റ്റ് ഡെസേർട്ട് ഹാമ്പർ ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ശനിയാഴ്ചയാണ് അതിൻ്റെ സെയിൽ നടക്കുന്നുള്ളത്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ വന്നിട്ട് എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. 4 നല്ല വെറൈറ്റി ഐറ്റംസാണെന്നുള്ളത്. ഒന്ന് ട്രെസ്ലെച്ചസ് കേക്ക്, അതേപോലെ തന്നെ ബ്രൗണി, പിന്നെ കുനാഫ, പിന്നെ പിസ്താഷ്യൂ, നമ്മളെ കുനാഫ ചോക്ലേറ്റ് ഇല്ലേ അതിൻ്റെ കേക്കും കൂടിയാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ആക്ക് ഇൻഷാ അല്ലാ. ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ആക്കണം. ഇതെല്ലാം ആകുമ്പോഴത്തേക്ക് കുറച്ച് തിരക്കാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലേക്ക് മുമ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ആക്ക്. ഇനി നമുക്ക് നേരെ വീഡിയോ നോക്കാം. നമ്മൾ ബിരിയാണീൻ്റെ റൈസും മസാലയും ഒരേ ടൈമിലാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നുള്ളത്. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ചിക്കൻ്റെ ഞാൻ മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുറച്ച് വിനാഗിരി ഇത്ര ഇട്ട് കൊടുത്തിട്ട് അരമണിക്കൂർ മുന്നേ തന്നെ പരിക്കി വെച്ചിട്ടുണ്ടായിനി. ഇനി നമ്മൾ ബിരിയാണി പോട്ടിലേക്ക് കുറച്ച് ഓയിലും നെയ്യും കൂടി മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബേ ലീഫ്, ചെറിയ പീസ് ഉള്ളി ഇത്ര ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു ഏലക്കയില പൊട്ടി വരുന്നില്ല ആ ഒരു ടൈമിൽ അതിലേക്ക് നമുക്ക് കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചിക്കൻ ഉണ്ടല്ലേ, മുളകുപൊടി അത്ര തന്നെ കുറേയൊന്നും ഇട്ട് കൊടുക്കണ്ട. 1/2 ടീസ്പൂണാ മറ്റും മതി ഒരു ചിക്കനിലേക്ക്. ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ചിക്കൻ ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കുന്ന ടൈമിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാനേ പാടില്ല. ഓരോ മിനിറ്റ് മാത്രം തിരിച്ചിട്ട് മറിച്ചിട്ട് ഇട്ടാൽ മതി. അതിൽ ചിക്കൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് വരും. അത് വറ്റിക്കാനൊന്നും നിൽക്കണ്ട. അങ്ങനെ തന്നെ നമുക്കത് മസാലയ്ക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പം ഞാനിവിടെ വയനാടൻ കൈമയില്ലേ നമ്മളെ ജീരകശാല റൈസ്, അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതന്നെ കിട്ടുന്നെങ്കിൽ എടുക്കാൻ നോക്കുക. ഗോൾഡിൻ്റെ അതാകുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. പിന്നെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നെയ്യും ഓയിലും മിക്സ് ആക്കിയിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലോണം ചൂടായിട്ടാകുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ചെറുതായിട്ട് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് കറിച്ചപ്പില ഇട്ട് കൊടുക്കുക. ഉള്ളിൻ്റെ കളർ നല്ലോണം ചേഞ്ച് ആയിട്ട് വന്നത് കണ്ടില്ലേ. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് വലിയ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഒന്നിട്ടിന് ഒരു മീഡിയം സൈസിലാണെങ്കിൽ 2 തക്കാളി എടുക്കുക. അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ചോറ് നല്ലോണം വറ്റി വരുന്ന ടൈമിൽ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ചിക്കനും അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റീന് നിങ്ങൾ സൈഡ് കാണുന്നുണ്ടാവും. അപ്പോൾ ഒരു മസാലൻ്റെ സൈഡായിട്ട് തന്നെ ഞാൻ വെച്ച് കൊടുത്തിന്. അപ്പോൾ ഇത് റെഡി ആയിട്ടാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ലോണം വെന്തിട്ട് വരണം. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ചതച്ചതിൽ അതിട്ട് കൊടുക്കുക. ഒരു കുടം ഫുള്ള് വെളുത്തുള്ളി എടുക്കുക. അതിൻ്റെ 1/4 ഭാഗത്തോളം ഇഞ്ചി എടുക്കുക. ഒരു 12 പച്ചമുളക് എടുക്കുക. അത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്തിട്ടാണ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഇനി ഈ ഒരു ഭാഗം നല്ലോണം ശ്രദ്ധിക്കണം. ആ ഒരു ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതിൻ്റെ ആ ഒരു പച്ചമണം മാറിയിട്ട് നല്ലൊരു മണം വരുന്ന ടൈമിലാണ് നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇടേണ്ടത്. പൊടികളായിട്ട് വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതെല്ലാം റെഡിയായി കഴിഞ്ഞിട്ടായിട്ട് നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. നമ്മൾ ഉള്ളിയില്ലേ 2 ഉള്ളി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇത് മസാലയിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ആ ഒരു മസാലക്കും ആ ഒരു ബിരിയാണിയെല്ലാം ആയിട്ട് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകുന്നു. ഈ ഒരു ഭാഗം എന്തായാലും സ്കിപ്പ് ചെയ്യണ്ട. ഈ ഒരു ബിരിയാണിയുടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പക്ഷെ അത് നമ്മളില്ലേ തിരക്കിട്ടിട്ടെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ദമ്മെല്ലാം ശരിയായിട്ടില്ലെങ്കിൽ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇഞ്ചി വെളുത്തുള്ളിൽ ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറിയിട്ടുണ്ടെങ്കിൽ ഇല്ലേ ടേസ്റ്റ് ആകെ മാറിപ്പോകും. നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റേ ആയിരിക്കില്ല. അപ്പോൾ ബിരിയാണി ആയാലും ഏത് ഐറ്റംസ് ഉണ്ടാക്കുന്നതായാലും ക്ഷമയോടെ ഓരോ കാര്യങ്ങളും അതിനനുസരിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ ചിക്കൻ ഇല്ലേ, അപ്പോൾ അത് ആ ഒരു വെള്ളത്തോടു കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതുപോലെ 2 മിനിറ്റ് ഇളക്കി കൊടുക്കുന്ന ടൈമിൽ അതിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വരും. അങ്ങനെ ആ ഒരു വെള്ളമെല്ലാം ഇറങ്ങി വരുന്ന അത് വറ്റിക്കാനൊന്നും നിൽക്കണ്ട. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കഴിഞ്ഞിട്ടായിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.
അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചാലും മതി. അപ്പോൾ ആ ഒരു തൈര് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും തൈര് തന്നെ ഇട്ട് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈര് 1/2 കപ്പ്. അപ്പോൾ അതും ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ടായിട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് പുതിനാവും മല്ലിച്ചപ്പും, ഒരു പൊടി ഫുള്ള് മല്ലിച്ചപ്പും അതിൻ്റെ പാതിയായിട്ട് പുതിനാവും. ഫ്രഷ് ആയിട്ട് തന്നെ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഫ്രഷ് അല്ലെങ്കിൽ ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ വെള്ളം ഇറങ്ങിയിട്ട് വന്നിന് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തൊട്ട് നോക്കുമ്പോൾ നമ്മളെ ചിക്കനെല്ലാം നല്ല അടിപൊളിയിൽ വെന്തിട്ടെല്ലാം ഉണ്ട്. ഇനി ലാസ്റ്റായിട്ട് 1 ടീസ്പൂണും കൂടി ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം, ഫ്ലെയിം ഓഫാക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കാം. ഫ്രഷ് ആയിട്ട് നമ്മൾ പൊടിക്കുന്നില്ലേ, പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബേ ലീഫ്, കുരുമുളക്, പെരിഞ്ജീരകം, കുറച്ച് ചെറിയ ജീരകം, ഷാജീരകം എല്ലാം ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അങ്ങനെ ഒന്ന് പൊടിച്ചെടുത്ത ജീരകമാണിത്. അപ്പം അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നതും നമ്മൾ മുന്നേ പൊടിച്ചിട്ട് വെച്ചത് ഇട്ട് കൊടുക്കുന്നതും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ടേസ്റ്റിന്. ഇൻഷാല്ല അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യ്. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അങ്ങനെ നമ്മളെ റൈസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിട്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് മെയിൻ പ്രോസസ്സാണ് ദമ്മിങ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിടാം 1 ടീസ്പൂണോളം നെയ്യ് കുറച്ചായിട്ട് റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ തന്നെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദമ്മിടുന്ന ടൈമിൽ ചോറിൻ്റെയും നമ്മൾ ആ ഒരു മസാലൻ്റെയും ചൂട് ഒരേപോലെ ഇരിക്കണം. നല്ല ചൂട് തന്നെ വേണം. അതുകൊണ്ടാണ് ഒരേ ടൈമിൽ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ആണ് നമ്മളെ ദമ്മ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ഗരം മസാലയും കുറച്ച് ചെറുനാരങ്ങ നീരും, 1 മുറി ചെറുനാരങ്ങ നീരും ചോറിലേക്ക് പിഴിഞ്ഞ് കൊടുത്തിന്. 1 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിന്. അതിൻ്റെ മേലെയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായ മസാലയില്ലേ, അത് അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പ്, പുതിന എല്ലാം ഇട്ട് കൊടുക്കുക. പിന്നെ റൈസിൻ്റെ മേലെയായിട്ടും നമുക്ക് എന്താക്കാം, കുറച്ച് നെയ്യും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മേലായിട്ട് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഫ്രൈ ആക്കിയത് നമ്മൾ മുന്നേ ഫ്രൈ ആക്കിയിട്ട് അതിൽ കുറച്ച് ബാക്കി വെച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ മക്കൾക്ക് അങ്ങനെ ചോറിന് വെച്ച് കടിക്കാൻ കിട്ടുന്നതൊന്നും ഇഷ്ടമല്ല. അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്നും ഇഷ്ടമല്ല അങ്ങനെ കടിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഈ ഒരു ബിരിയാണീനെ വിളമ്പുന്നതും എല്ലാം കാണിക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എൻ്റെ ഫോൺ ഫുള്ളായിട്ട് പിന്നെ ഉണ്ടായിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റാത്തത്. നല്ല ഫ്ലേവറാണ് നമ്മളെ ബിരിയാണിക്ക്. അപ്പോൾ റൈസിലേക്കും അടിയിൽ മേലെല്ലാം ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതിലേക്കെല്ലാം 1 ടീസ്പൂൺ വെച്ചിട്ട് അടയുടെ കുറച്ച് സ്പ്രെഡ് ആക്കി കൊടുക്കുക. നല്ല ഫ്ലേവർ ഉണ്ടാവും ബിരിയാണിക്ക്. അപ്പോൾ എന്തായാലും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ.